നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇന്നലെ നമുക്ക് അത്ര ശുഭദിനമായിരുന്നില്ല മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ വളരെ സീവിയർ ആയിട്ടുള്ള സെൽ ഓഫ് നമുക്ക് കിട്ടി. അപ്പോൾ ഗ്ലോബൽ ക്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവായപ്പോൾ ലോക്കൽ ക്യൂസിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ സീവിയർ സെൽ ഓഫിലേക്ക് പോയി. ഇന്ന് ആദ്യമായിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഗിഫ്റ്റ് നിഫ്റ്റി, നമ്മുടെ കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്നലത്തെ ക്ലോസിങ്ങിന് സമാനമായ രീതിയിലാണ്. പോയിന്റുകളൊന്നും തന്നെ ഫർദറായിട്ട് ചോർന്നു പോയിട്ടുമില്ല, എന്നാൽ അതിഗംഭീര ഗ്യാപ്പ് അപ്പ് എന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യവുമില്ല. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ലെവൽ നോക്കാം, യെസ്റ്റർഡേ ക്ലോസ് നോക്കാം, സെയിം അതേ റേഞ്ചിൽ തന്നെ 22,000 മുകളിൽ തന്നെയാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്. 22,000 താഴെ പോയിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ന് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകൾ നോക്കിയതിന് ശേഷം നമുക്ക് ഗ്ലോബൽ കാര്യങ്ങൾ പരിശോധിക്കാം. ആദ്യം ആയിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ രക്ഷകനായിട്ട് റിലയൻസ് എത്തുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. കാരണം റിലയൻസ് ഏകദേശം 4,286 കോടി രൂപക്ക് ഗ്ലോബലി ഏറ്റവും വലിയ ഒരു മീഡിയ കമ്പനിയായിട്ടുള്ള പാരമൗണ്ട് ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയിൽ റിലയൻസിൻ്റെ പാരൻറ്റ് കമ്പനിയായിട്ടുള്ള വിയാകോം 80 ത്രൂ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഏകദേശം ഒരു 14% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നുള്ളൊരു ന്യൂസാണ് റിലയൻസിനെ സംബന്ധിച്ചുള്ളത്. ഇനി ടാറ്റ മോട്ടേഴ്സും അതുപോലെ തന്നെ ഏകദേശം 9,000 കോടി രൂപക്ക് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് സഹകരിച്ച് അവിടെ പുതിയ ടാറ്റ മോട്ടേഴ്സിൻ്റെ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് കമ്പനി കോ ബ്രാൻഡിങ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. RBIയുടെ റെഗുലേറ്ററി കംപ്ലയിൻസ് എല്ലാം തന്നെ മീറ്റ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഇനി കോ ബ്രാൻഡിങ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുക. സൗത്ത് ഇന്ത്യൻ ബാങ്കും സെയിം കാര്യം തന്നെയാണ് ഉള്ളത്. KEC ഇൻ്റർനാഷണൽ 2,257 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സിയാൻഡ് കമ്പനി എയർബസ്സായിട്ട് പുതിയ ഒരു കാർഗോ എഞ്ചിനീയറിംഗ് ബിസിനസ്സിൽ സഹകരിച്ച് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. സനോഫി ഇന്ത്യ കമ്പനി എമൊറാക്കി ഫാർമയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഇന്ത്യ ഹ്യൂൻ പൈപ്പ് 1,137 കോടി രൂപയുടെ ഒരു ഓർഡർ തെലങ്കാന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടി. അദാനി ഗ്രീൻ എനർജി കമ്പനി അവർ 534 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു പുതിയ സോളാർ പ്രൊജക്റ്റ് ഇന്ത്യൻ സോളാർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയായിട്ട് അവർ ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. ചോളമണ്ഡൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി 4.67 ഏക്കർ ലാൻഡാണ് DLFിൻ്റെ ഭാഗത്തുനിന്ന് അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ദ്രോണാചാര്യ ഏരിയൽ എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന് ഈ ഡ്രോൺ എല്ലാം തന്നെ നിർമ്മിക്കുകയും ഈ വിവിധ കമ്പനീസിന് ഡ്രോൺ പരിശീലനം കൊടുക്കുകയും ചെയ്യുന്നൊരു കമ്പനിയാണ്. അപ്പോൾ അവർ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കായിട്ട് ഈ ഒരു ഡ്രോൺ പൈലറ്റിംഗ് ട്രെയിനിങ് ചെയ്യാനായിട്ട് ധാരണയായിട്ടുണ്ട്. HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനി ഇന്ത്യയിലെ ലീഡിംഗ് ഡിഫൻസ് കമ്പനിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഡിഫൻസ് മിനിസ്ട്രി ആയിട്ട് ഏകദേശം 8,000 കോടി രൂപക്ക് പുതിയ ഈ ഒരു നമ്മളുടെ എയർ ഫൈറ്റ് മിഗ് ഫൈറ്റ് ഫ്ലൈറ്റുകളെല്ലാം തന്നെ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരണയായി. RVNL കമ്പനി 174 കോടി രൂപയുടെ ഓർഡർ മധ്യപ്രദേശ് പവർ ട്രാൻസ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കമ്പനി ധാരണയായിട്ടുണ്ട്. BPCL കമ്പനി 100 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് CBG പ്ലാന്റാണ് റായ്പൂരിൽ കമ്പനി ചെയ്യുന്നത്. അത് തീരുമാനമായി. സോം ഡിസ്റ്ററീസ് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. April 2 ഇവരുടെ തീരുമാനങ്ങൾ വരും. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ഉണ്ടാവും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് സമയത്ത് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ട്രേഡർ എന്ന നിലയിൽ നമുക്ക് ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, ഇന്നത്തെ FNO ബാൻ, അല്ലെങ്കിൽ IPO ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ചെയ്യാം, ജോയിൻ ചെയ്യാം, ബുക്ക് മാർക്ക് ചെയ്യാം നമ്മുടെ മൊബൈലിൽ. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. അതിനു മുമ്പ് FIS ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ 4,595 കോടി രൂപക്ക് സെല്ല് നടത്തിയിട്ടുണ്ട്. DIS 9,093 കോടി രൂപയുടെ ബൈ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ FIS DISൻ്റെ ഒരു വലിയൊരു ഫിഗറിൽ ഇവർ നടത്തിയിട്ടുള്ള ബൾക്ക് ബ്ലോക്ക് ഡീലുകളെല്ലാം തന്നെ ഉൾപ്പെടും. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ആദ്യമായിട്ട് ഏറ്റവും
താഴെ US വിക്സ് 7% ഇടിഞ്ഞ് 11.15 എന്ന് പറയുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ് US മാർക്കറ്റിൻ്റെ നിൽപ്പ്. നാസ്ഡാക്ക് ഇന്നലെ റെഡിലടച്ചു, ഡോ ഇന്നലെ ഗ്രീനിലടച്ചു. മിക്സഡ് ആയിട്ട് US മാർക്കറ്റ് ക്ലോസ് നടത്തി. ഇന്ത്യ വിക്സ് ഇന്നലെ 6% സ്പൈക്ക് ചെയ്ത് 14.43 നിൽക്കുമ്പോൾ ഈ US-നേക്കായും യൂറോപ്പിനേക്കായും വലിയ രീതിയിൽ ഇന്ത്യൻ വിക്സ് നിലകൊള്ളുന്നത് കാണാൻ സാധിക്കും. റഷ്യൻ മാർക്കറ്റായ MOX റെഡിലടച്ചു. അതിന് മുകളിലുള്ള 3 FTSE, CAC 40, ഡാക്സ് യൂറോപ്യൻ മാർക്കറ്റാണ്. അത് 3ഉം ഗ്രീനിലടച്ചു. ബിറ്റ്കോയിൻ വീണ്ടും ഫർദറായിട്ട് റാലി തുടരുകയാണ്. $72,767 ബിറ്റ്കോയിൻ ഉയർന്നു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് ഇപ്പോൾ നെഗറ്റീവാണ്. അതിന് മുകളിലുള്ള കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ പ്രത്യേകിച്ച് ഒരു ഭാവ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2,176 പെർ ഔൺസ് എന്ന നിലയിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് FISൻ്റെ ക്യാഷ് മാർക്കറ്റിലുള്ള ആക്ടിവിറ്റീസ് കൊണ്ട് FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവരുടെ ലോങ് പൊസിഷൻ 43-ൽ നിന്ന് 40-ലേക്ക് കുറച്ചു. ഷോർട്ട് പൊസിഷൻ 57-ൽ നിന്ന് 60-ലേക്ക് വർദ്ധിപ്പിച്ചു. ഇനി നമുക്ക് പ്രധാനമായിട്ടും US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ്, വിപ്രോ എല്ലാം തന്നെ ഇടിവിലാണ് ഉണ്ടായിരുന്നത്. അതായത് നമ്മളുടെ ഇന്നലത്തെ ഇടിവ് അവിടെ അഡ്ജസ്റ്റ് ചെയ്തു. കാരണം HDFC ഇടിഞ്ഞിട്ടില്ല. ഇന്നലെയും HDFC ഇവിടെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. റിലയൻസ് 4% അടുത്ത് GDRൽ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. അതും റിഫ്ലക്റ്റ് ആയതാണ്. ഇനി US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത അവിടുത്തെ പ്രധാന ടെക്നോളജി കമ്പനീസിൽ NVIDIA 1% ഇടിഞ്ഞു. ഏറ്റവും കൂടുതൽ ഇടിഞ്ഞിട്ടുള്ളത് ടെസ്ലയാണ്. ടെസ്ലയും ഇൻറ്റലും 4.5% വീതം ഇടിഞ്ഞിട്ടുണ്ട്. ടെസ്ലയും ഇൻറ്റലും. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. സ്പോട്ടുള്ളത് 21,997 PCR 0.7 10 കോടിയാണ് കോൾ ഷോർട്ട് ചെയ്തിരിക്കുന്നത്. പുട്ട് ഷോർട്ട് ചെയ്തിരിക്കുന്നത് 6.5 കോടി മാത്രം. ആളുകൾ സിവിയർ ബിയറിഷാണ്. പല നിഫ്റ്റിയുടെ 22,000 നിഫ്റ്റിയുടെ സ്പോട്ടുള്ളപ്പോൾ 22,100 വളരെ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള കോള് റൈറ്റിംഗ് ഉണ്ട്. 22,200 കോൾ റൈറ്റിംഗ് ഉണ്ട്. 300 കോൾ റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പോൾ അതായത് യൂണിഫോമിലി അല്ല ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ നിൽപ്പ്. വലിയ തോതിൽ ആളുകൾ കോൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് റിലയൻസ് കെയറാണ്. അപ്പോൾ ഈ കോൾ ഷോർട്ട് ചെയ്ത ആളുകളെല്ലാം തന്നെ ലോസ് ബുക്ക് ചെയ്യും. അപ്പോൾ അതായത് കോൾ ഷോർട്ട് ചെയ്തത് എക്സിറ്റ് ചെയ്യും. അതൊരു ബൈ എൻട്രിയാണ്. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ ഷോർട്ട് കവറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ന് സംഭവിക്കുമെന്നല്ല, ആളുകൾ നിഫ്റ്റിയുടെ വളരെ അടുത്ത് തന്നെ ആളുകൾ വളരെ കൂടുതൽ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യുന്നത് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു തീപ്പൊരി പോസിറ്റീവായ സൈഡിലേക്ക് എന്തെങ്കിലും ഒരു തീപ്പൊരി കാണുകയാണെങ്കിൽ ഇവരെല്ലാം തന്നെ ലോസ് ബുക്ക് ചെയ്ത് മാറുന്ന ഒരു ഷോർട്ട് കവറിങ് ഒരു പ്രതിഭാസം സംഭവിക്കാറുണ്ട്. പക്ഷേ ഇന്ന് സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. ഇന്ന് റിലയൻസിനെ സംബന്ധിച്ച് നല്ലൊരു കാര്യം തന്നെയാണ്, നല്ലൊരു ന്യൂസ് തന്നെയാണ്. പക്ഷേ റിലയൻസിന് ഇത് ഇൻവെസ്റ്റേഴ്സ് അതൊരു പോസിറ്റീവായിട്ട് എടുക്കണം. ബൈങ് കാണണം. ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോണാണ് മാർക്കറ്റിലെ താരം. അപ്പോൾ ഇന്ന് ഡിമാൻഡ് ഉയരണം. മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ സിവിയർ സെൽ ഓഫാണ്. ആ ഒരു സെൻറ്റിമെൻറ്റ്സ് മാറണം. അപ്പോൾ എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ശുഭദിനം വീണ്ടും. താങ്ക് യു.